ഏറ്റവും കൂടുതൽ സമയമെടുത്ത് വിരിയുന്ന മുട്ട ഏതാണെന്നറിയാം? ആഴക്കടൽ നീരാളി. ഇത് തപ്പിയെടുത്താണ് കേട്ടോ. ഇന്ന് വിഷയം പറയാൻ കുറച്ച് കാര്യങ്ങൾ വേണമല്ലോ. ആഴക്കടൽ നീരാളിക്ക് ഏതാണ്ട് 4.5 വർഷം, ഏതാണ്ട് 53 മാസം വേണം മുട്ട വിരിഞ്ഞ് കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇത്രയും സമയം മേലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക, വിരിയുന്നത് നോക്കിയിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ 4-4.5 വർഷം ഈ ആഴക്കടൽ നീരാളി കുട്ടിയെ കാത്തിരിക്കുന്നതാണ് പറയുന്നത്. ഒരു 10 ദിവസം മുമ്പ് കേരളത്തിൽ ഇട്ട ഒരു മുട്ട ഡൽഹിക്ക് കൊണ്ടുപോയി അവിടെ ഹൈക്കമാൻഡ് അടവച്ചിരണം. ആ മുട്ട 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് വിരിഞ്ഞത്. മുട്ടയ്ക്കുള്ളിൽ വി.ഡി. സതീശനാണ് മുട്ട വിരിഞ്ഞപ്പോഴാണ് കാണുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മുട്ട വിരിയാൻ എന്തേ 10 ദിവസം താമസമായത് എന്നറിയാൻ വയ്യ. ഇനി കാലം തെറ്റി മുട്ട ഇട്ടിട്ടാണോ, ഇനി മുട്ടയിടാൻ സഹായിച്ച ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് പഴിച്ചതാണോ അല്ലെന്ന് അറിയാൻ വയ്യ. ഏതായാലും കേരളത്തില് മുഖ്യമന്ത്രിയുടെ മുട്ട വിരിയാൻ 10 ദിവസം സമയമെടുത്തു. കഴിഞ്ഞ 4-ാം തീയതിയാണ് റിസൾട്ട് പുറത്തു വന്നത്. 14 ഇന്നാണ് പുറത്തു വരുന്നത്. ഇതിന്റെ കൂടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തമിഴ്നാട്ടിലെ മുട്ടയും അന്ന് തന്നെയാണ് അടവച്ചിരുന്നത്. അത് പക്ഷെ ഹൈക്കമാൻഡ് ഒന്നും എടുത്തുകൊണ്ട് പോയില്ല, അത് തമിഴ്നാട്ടിൽ തന്നെ അടവച്ചു. അതുകൊണ്ട് അന്ന് തന്നെ വിരിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നടക്കാനും തുടങ്ങി. നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ വയ്യ. ഈ മുട്ട ആരാണ് തീരുമാനിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കേരളത്തിലെ ഈഗോ, കേരളത്തിലെ നേതാക്കൾ മാറ്റിവെക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ കേരളം വീണ്ടും പടവലങ്ങ പോലെ താഴോട്ട് പോകും എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. തമിഴ്നാട്ടിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രി ആരാ? വിജയ് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമോ മറ്റു കാര്യങ്ങളോ വലിയ പരിചയം എന്തെങ്കിലും ഉണ്ടോ? ഏതാണ്ട് 2-3 വർഷം മുമ്പ് മാത്രം ഒന്ന് തുടങ്ങി, ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം മത്സരിച്ച് ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ വിജയം നേടി മുഖ്യമന്ത്രി കസേര കയറിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ നേരത്തെ മുൻപരിചയമുള്ളവരുണ്ട്, അദ്ദേഹത്തെക്കാൾ സീനിയർ ആയിട്ടുള്ളവരുണ്ട്, അദ്ദേഹത്തെക്കാൾ രാഷ്ട്രീയം അറിയുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്ക് ആർക്കും തന്നെ യാതൊരു എതിർപ്പുമില്ല വിജയ് മുഖ്യമന്ത്രിയാകുന്നതിന്. വിജയ് മുഖ്യമന്ത്രിയായി. ഇനി പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നോക്ക്. ഉദയനിധി സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവായി മാറുമ്പോൾ അദ്ദേഹത്തെക്കാൾ സീനിയർ ആയിട്ട് എത്ര ആൾക്കാരുണ്ട്? ഈ ഉദയനിധി സ്റ്റാലിൻ ജനിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയം തുടങ്ങിയവരുണ്ട്. അവരെയൊക്കെ പ്രതിപക്ഷ നേതാവിന് താഴെ MLA മാരാക്കി വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായി ഉദയനിധി സ്റ്റാലിൻ ഇരിക്കുന്നുണ്ട്. അവിടെ ആർക്കൊരു മൂട്ടില് ആണി കയറുന്ന ഒരു പരിപാടി ഇല്ല, ആരും കയറുന്നില്ല. അവർ മര്യാദയ്ക്ക് അവിടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. വിജയ് ഉദയനിധി സ്റ്റാലിനെ ചെന്ന് കാണുകയും ചെയ്ത വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. എന്നാൽ ഇതേ സിറ്റുവേഷൻ കഴിഞ്ഞ 4-ാം തീയതി കേരളത്തിൽ ഉടലെടുത്തിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുട്ട കൊണ്ട് ഹൈക്കമാൻഡിൽ അവിടെ കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് ഞാനാണ് മൂത്തത്, ഏത് നിലവിൽ സീനിയോറിറ്റി ഞാനാണ് പറയുന്നത് ആരാ? രമേശ് ചെന്നിത്തലയ്ക്ക് അതിന് അവകാശമുണ്ട്. താൻ ഒരു സീനിയർ ആയതുകൊണ്ട് താൻ മുഖ്യമന്ത്രിയാകണം എന്ന അവകാശവാദം ഉന്നയിക്കുകയാണ്. എന്നാൽ ആ അവകാശവാദം ഉന്നയിക്കുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒരു അടിസ്ഥാനമില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പ്രയോറിറ്റി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം കൊടുത്തത്, ഇത്രയധികം ഒരു വിജയം നേടാൻ സഹായിച്ചത് വി.ഡി. സതീശൻ എന്ന വ്യക്തി തന്നെയാണ്. ആ കാര്യത്തിൽ അദ്ദേഹത്തെ തന്നെയാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എടുത്തു വെക്കേണ്ടിയിരുന്നത്. ഇനി അതല്ലെങ്കിൽ വി.ഡി. സതീശൻ പറയണം, നിങ്ങൾ സീനിയർ അല്ലേ, നിങ്ങൾ മുഖ്യമന്ത്രി ആയിക്കോളൂ, ഞാൻ നിങ്ങളുടെ താഴെ ആഭ്യന്തരമന്ത്രിയോ വല്ല ധനകാര്യമന്ത്രിയോ അല്ലെങ്കിൽ വനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റതുപോലെ എന്തെങ്കിലുമൊക്കെ ആകാം, അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോ ഒക്കെ ആകാം എന്ന് പറയാം. അത് അദ്ദേഹത്തിന് തീരുമാനിക്കാം. അദ്ദേഹം പറയില്ല. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് തന്നെയാണ് കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചതെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചെന്ന് മാത്രമല്ല, കേരളത്തില് രാഷ്ട്രീയ പ്രവർത്തകരെ മുഴുവൻ ഏകോപിപ്പിച്ചുകൊണ്ട് എത്ര തന്നെ പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ടും, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ വലിയ പ്രതികൂല സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൽ 102 സീറ്റ് നേടാൻ പിണറായി വിജയനെതിരെയുള്ള ഒരു തരംഗം ഉണ്ടായിരുന്നല്ലോ, ആ തരംഗത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ വിജയം നേടാൻ വി.ഡി. സതീശന് സാധിച്ചു. അപ്പോ മുന്നിൽ നിന്ന് പട നയിക്കുന്നത് ആരോ അയാൾ തന്നെയാണ് ഐകകണ്ഠേന തിരഞ്ഞെടുക്കപ്പെടേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ജനം ഇങ്ങനെ തീരുമാനമെടുക്കുന്നത്. അല്ലാതെ കെ.സി. വേണുഗോപാലിന് യോഗ്യത ഇല്ലാഞ്ഞിട്ടോ രമേശ് ചെന്നിത്തലയ്ക്ക് യോഗ്യത ഇല്ലാഞ്ഞിട്ടോ ഈ വി.ഡി. സതീശന് അധിക യോഗ്യത ഉണ്ടായിട്ടോ അല്ല. വി.ഡി. സതീശൻ എന്ന വ്യക്തി രാഷ്ട്രീയമായി ഇവിടെ എത്താൻ വേണ്ടി കളിച്ചിട്ടുള്ള ചില പിന്നാമ്പുറ കളികളുണ്ട്. ആ കളികളൊക്കെ ഇനി ആൾക്കാർ മാന്തി പുറത്തിടും. അറിയുന്നതൊക്കെ നമ്മളും എടുത്ത് പുറത്തിടും, വിടണമല്ലോ. അതിലേറ്റവും ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥ. പക്ഷെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹമാണ് ഏകോപിച്ചുകൊണ്ട് നിന്നിരുന്നത്, താരമായി നിന്നിരുന്നത് എന്നതുകൊണ്ട് മുഖ്യമന്ത്രി കസേര വി.ഡി. സതീശന് ആരും അർഹതപ്പെട്ടത് എന്നാണ് പറഞ്ഞത്. അല്ലാതെ അയാൾ മതി എന്ന് ഞാൻ എവിടെ പറഞ്ഞിട്ടില്ല. എനിക്കിഷ്ടം രമേശ് ചെന്നിത്തല വരുന്നതായിരുന്നു. അത് ഞാൻ എന്റെ വീഡിയോയിൽ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയും ചെയ്തിരുന്നു. അതിന്റെ കാരണവും പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് എന്നുള്ളത്.
പക്ഷെ വരാൻ പാടില്ലാത്തത് ആരന്റെ മുട്ടേന്റെ അപ്പനാകാൻ വേണ്ടിയിട്ട് KC വേണുഗോപാലാണ്. അത് കാണിച്ചത് ചെറ്റത്തരായി. ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, ഇവിടെ കോൺഗ്രസ് അല്ല, ഈ കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തിൽ ജയിച്ചു വന്ന MLA-മാരെ കൊഞ്ഞനം കാട്ടുന്ന പരിപാടിയായിപ്പോയി. അതും ആരും പ്രതീക്ഷിക്കാത്ത വിജയം. തൃക്കരിപ്പൂര് നോക്കൂ, സന്ദീപ് വാര്യർ മത്സരിച്ച് ഉന്നത വിജയം നേടി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയം നേടിയിട്ട് ഒരു ദിവസം വിജയാഹ്ലാദം നടത്താൻ സമ്മതിക്കാതെ ചെറ്റത്തരം കാണിച്ചത് ഈ ഹൈക്കമാൻഡും ഈ KC വേണുഗോപാലും അല്ലേ. KC വേണുഗോപാലിന് അവിടുന്ന് ഹൈക്കമാൻഡിൽ നിന്ന് മാറുമ്പോ എവിടെയെങ്കിലും ഒരു പൊസിഷൻ കൊടുക്കണം. അതിന് കേരളത്തിൽ ഇവിടെ ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്നാൽ ഒരുത്തനെ തല വെട്ടിയിട്ട് കൊണ്ടുവന്ന് ആക്കിക്കളയാം, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഉണ്ണാക്കന്മാരായി വായും തൊളയിൽ വിരലോട്ടി ഇരുന്നോളൂ എന്ന് ഹൈക്കമാൻഡ് കരുതി. അതുപോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ മുഴുവൻ അടിമക്കണ്ണുകളാണ് എന്ന് KC വേണുഗോപാലും കരുതി. അത് തന്നെയാണ് ജനം അങ്ങോട്ട് കൊടുത്തത്, പച്ചയ്ക്ക് അങ്ങോട്ട് കൊടുത്തത്. അത് അർഹനാണ്. KC വേണുഗോപാൽ എന്ന രാഷ്ട്രീയക്കാരൻ കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാതായതാണ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടുള്ള ഒരു മെച്ചം എന്ന് പറയുന്നത്. അയാൾ രാഷ്ട്രീയക്കാരനെ അല്ല, ജനങ്ങളുടെ മനസ്സിൽ വെറുത്തു. കാരണം അർഹതയില്ലാത്തവർ പിടിച്ചു വാങ്ങാനായിട്ട് വന്ന ആ ഒരു നിൽപ്പാണ് ഈ മുഖ്യമന്ത്രി മുട്ട വിരിയാൻ 10 ദിവസം വൈകിയത് എന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. അത് മാത്രമല്ല, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഉണ്ണാക്കന്മാര് ഡൽഹിയിൽ ഇരിക്കുന്നുണ്ട്. എന്താണെന്ന് ജനം ആലോചിക്കണം, ഒരു തീരുമാനമെടുക്കാൻ. ഇതൊന്നും കാണാനും കേൾക്കാനും അവർക്ക് കഴിയുന്നില്ലേ? കേരളത്തില് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്, എന്താണ് അവരൊക്കെ ചെയ്തത് എന്ന് അവർക്ക് അറിയുന്നില്ലേ? കാരണം തെരഞ്ഞെടുപ്പിന് KC വേണുഗോപാലാണ് ഫണ്ട് ഇറക്കിയത് എന്ന് പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് എവിടെ നിന്നാണ് വന്നതെന്നും അറിയണം. എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് വാശി പിടിച്ചത്? ഒരു ചിത്രത്തിലും ഇല്ലായിരുന്ന ആൾ. അത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ടോ അല്ല ഞാൻ നിൽക്കുന്നത്, ഞാൻ കോൺഗ്രസിനെ അങ്ങ് എന്താ പറയാ ഓൾ ഇന്ത്യ ബേസിൽ സെറ്റാക്കാനാണ് നിൽക്കുന്നത്. സെറ്റാക്കി ഇപ്പോ എല്ലായിടും തീർന്നു. CPM-ന്റെ കാര്യം പറഞ്ഞതുപോലെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പോ. അത് കേരളത്തിൽ വേറെ കുറച്ച് ചെറുപ്പക്കാരുള്ളത് കൊണ്ട്, പിണറായി വിജയൻ എന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നത് കൊണ്ട് കോൺഗ്രസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇല്ല, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ CPM, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ഉള്ളത് കൊണ്ട് CPM-ഉം കോൺഗ്രസിനോട്, യൂത്ത് കോൺഗ്രസിനോടും മറ്റും തല്ലുകൂടാൻ ചെറുപ്പക്കാർക്ക് ഉള്ളത് കൊണ്ട് അവരും നിലനിൽക്കുന്നുണ്ട്. അല്ലാതെ ഇവിടെ എന്താ ഉള്ളത്? പോളിറ്റ് ബ്യൂറോ, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സും അല്ലെങ്കിൽ അവിടെ ഉള്ളവരും ഇവിടുത്തെ ഹൈക്കമാൻഡും എന്ത് മലമറിക്കുന്ന പണി ചെയ്തിട്ടാണ് കേരളത്തില് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്? CPM-ഉം ഇവിടുത്തെ കോൺഗ്രസ് നിലനിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഹൈക്കമാൻഡിനൊന്നും കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ യാതൊരു റോളും ഇല്ല. ഇവിടെ എന്തെങ്കിലും ഒന്ന് നടക്കണമെന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിനോട് ചോദിക്കട്ടെ എന്നുള്ള പണ്ടത്തെ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ഏതായാലും മുട്ട എന്ന് പറയുന്നത് വിരിയുമ്പോൾ യഥാസമയം വിരിയണം. കാലം തെറ്റി വിരിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. നമുക്കറിയാലോ, ഈ ഗർഭാവസ്ഥയില് ഗർഭിണിക്ക് മാനസികമായ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ വന്നാൽ കുട്ടികൾ ADHD അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ചോദിക്കണം, ഗർഭാവസ്ഥയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത്. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് VD സതീശന്റെ മുഖ്യമന്ത്രി പദം ഇപ്പൊ വിരിഞ്ഞല്ലോ. 10 വയസ്സിന് ശേഷം മുഖ്യമന്ത്രിയുടെ മുട്ട വിരിഞ്ഞു, VD സതീശൻ പുറത്തു വന്നു. അപ്പൊ ആ നിലയ്ക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഭരണം നടക്കുമ്പോൾ ആ ഒരു വികലതകൾ പ്രതീക്ഷിക്കണം. കാരണം ചില ആ ഗർഭകാലത്തെ മുട്ട വിരിയുന്ന ആ കാലത്തെ ചില ചില്ലറ പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാക്കി വെച്ചത് ഹൈക്കമാൻഡാണ്. സത്യത്തിൽ ആ വിഷയം പരിഹരിക്കാനായിരിക്കണം ഇവിടെ ഹൈക്കമാൻഡ് ഇനി ഇടപെടേണ്ടത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അത്ര സുഖകരമല്ലാത്തൊരു ഭരണമാണ് ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു നല്ല സംശുദ്ധമായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണം പ്രതീക്ഷിക്കരുത്. കാരണം VD സതീശൻ എന്ന വ്യക്തി മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറിയിരിക്കുമ്പോൾ അത് ദഹിക്കാത്ത കുറച്ചെണ്ണം അപ്പുറത്തുണ്ട്. പണ്ടും കോൺഗ്രസ്സിൽ ഒരു രാഷ്ട്രീയമുണ്ട്, ഞണ്ടിനെ പോലെ എന്ന് പറയും. ഒരുത്തൻ മേലേക്ക് കയറുമ്പോൾ അവനെ പിടിച്ച് താഴേക്ക് വലിച്ചിടുന്ന പരിപാടി പണ്ടേ ഉണ്ട്. അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം കുറച്ച് പിന്നോട്ട് നോക്കിയാൽ അവിടെ മുതൽ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് K കരുണാകരൻ താഴെ ഇറങ്ങിയത്, എങ്ങനെയാണ് ആന്റണിയുടെ കാര്യത്തിൽ തീരുമാനമായത്, എങ്ങനെയാണ് അതിനുശേഷം ഉമ്മൻചാണ്ടിന്റെ കാര്യത്തിൽ തീരുമാനമായത്. അങ്ങനെ ഇപ്പൊ KC-യിലും VD സതീശനിലും അതേപോലെ K സുധാകരനിലും ഒക്കെ എത്തി നിൽക്കുമ്പോൾ അതുകൊണ്ട് 5 കൊല്ലം ഈ സർക്കാർ തികയ്ക്കുമോ എന്ന് ചോദിച്ചാൽ തികച്ചിട്ട് പറയാം. Different angles. Don't forget to subscribe and support this channel.